الذي لم يلد ولم يولد ولم يكن له كفوا أحد نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും സമ്പൂർണ്ണമായി ജീവിതത്തിൽ പകർത്തി ഈമാനോടുകൂടി മരണം വരിച്ചു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന റബ്ബിന് ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ മാസത്തിലെ പുണ്യം നിറഞ്ഞ സന്ദർഭങ്ങളിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഏറ്റവും ഗൗരവതരമായ ഉപദേശങ്ങൾ നടത്തിയ അറഫ ദിനം ഉൾപ്പെടുന്ന ഏറെ പവിത്രമായ ദിനങ്ങൾ, 23 വർഷക്കാലത്തെ ത്യാഗനിർഭരമായ ജീവിതത്തിൻ്റെ അന്ത്യം കുറിച്ചുകൊണ്ട് തിരുദൂതരുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്കടുക്കുന്ന സന്ദർഭമാണ്. ഹിജ്റത്ത് 10ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ആദ്യത്തേതും അവസാനത്തേതുമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് എക്കാലത്തുമുള്ള വിശ്വാസികൾക്ക് ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പ്രാവർത്തികമാക്കാനുള്ള നിരവധി പാഠങ്ങൾ നൽകിയിട്ടുള്ളത്. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മനുഷ്യൻ്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരുപാട് വിഷയങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹജ്ജത്തുൽ വിദായിലൂടെ ലോകത്തിൻ്റെ മുമ്പിൽ അറിയിച്ചിട്ടുള്ളത്. തിരുദൂതരുടെ മരണത്തെ സംബന്ധിച്ച് മറ്റേതൊരു മനുഷ്യനെപ്പോലെയും മുൻകൂട്ടി അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ പോലും ചില സൂചനകൾ തൻ്റെ മരണമടുത്തു എന്നതിനെ സംബന്ധിച്ച് അവിടുത്തെ വാക്കുകളിൽ അന്ത്യ ദിനങ്ങളോടടുത്ത് നമുക്ക് കാണാവുന്നതാണ്. എല്ലാ വർഷവും റമദാനിൽ ഒരു തവണ റസൂലുള്ളാഹിയുടെ ഹിഫ്ള് പരിശോധിച്ചിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ വർഷം 2 തവണയാണ് റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ മനഃപ്പാഠമായത് പരിശോധിച്ചിട്ടുള്ളത്. അതുമാത്രവുമല്ല, തൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ കൂടിയാണ് ഹജ്ജത്തുൽ വിദായിലെ പ്രസംഗത്തിൽ അവിടുന്ന് വിശ്വാസികളോട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവിടുന്ന് പറഞ്ഞു, അയ്യുഹന്നാസ് ഇസ്മഉ മിന്നി, മനുഷ്യരെ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കണം, ഞാൻ പറയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഉബയ്യിനു ലക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ഈ കൊല്ലം കഴിഞ്ഞാൽ പിന്നീട് ഞാൻ നിങ്ങളെ കാണുമോ എന്നുള്ള കാര്യം, ഈ സ്ഥലത്ത് വെച്ച് എനിക്ക് നിങ്ങളെ കണ്ടുമുട്ടാൻ സാധിക്കുമോ എന്ന കാര്യം എനിക്കറിയില്ല എന്നാണ് ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞത്. മാത്രവുമല്ല, ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം നോക്കി എന്നിൽ നിന്ന് പഠിക്കുക എന്നും അവിടുന്ന് കൽപ്പിച്ചു. ജാബിർ ഇബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖുദു അന്നി മനാസികക്കും, മനുഷ്യരെ
ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുവിൻ. ഫഇന്നീ ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ആമി ഹാദാ. ഈ കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഹജ്ജ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ആ വാക്കിലും അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള സൂചനകളാണ്. അതോടൊപ്പം തന്നെ സ്വഹാബത്ത് വിശദീകരിക്കുന്നു, സൂറത്തുൻ നസ്റിന്റെ അവതരണം സംഭവിക്കുന്നത് അതിന്റെ തൊട്ടടുത്ത ദിനങ്ങളിലാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഉൻസിലത് ഹാദിഹി സൂറ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസത അയ്യാമിത് തശ്രീഖ് ഫഅറഫ അന്നഹുൽ വദാ. ആ പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത അയ്യാമുത് തശ്രീഖിന്റെ ദിനങ്ങളിലാണ് സൂറത്തുൻ നസ്റിന്റെ അവതരണം ഉണ്ടായിത്തീർന്നിട്ടുള്ളത്. കൃത്യമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങലിനെ കുറിച്ചുള്ളൊരു സൂചന കൂടിയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് തുടങ്ങുന്ന ആ കൊച്ചധ്യായത്തിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. അവിടെ അള്ളാഹു വിശദീകരിക്കുന്ന കാര്യം, കൽപ്പിക്കുന്ന കാര്യം, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നെത്തിക്കഴിഞ്ഞാൽ, വറഅയ്തന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ കൂട്ടം കൂട്ടമായിട്ട് ദീനിലേക്ക് കടന്നു വരികയും ചെയ്യുന്നത് കണ്ടാൽ എന്ത് ചെയ്യണം? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, നിന്റെ റബ്ബിനെ പ്രകീർത്തിക്കണം, അവന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട്. വസ്തഗ്ഫിറു, റബ്ബിനോട് പാപമോചനം തേടുകയും ചെയ്യണം. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. വിജയം എത്തിക്കഴിഞ്ഞാൽ കൂട്ടം കൂട്ടമായി ആളുകൾ മതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. മക്ക ജീവിത കാലഘട്ടവും മദീന ജീവിതത്തിന്റെ ആദ്യ നാളുകളുമൊക്കെ നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളുടെയും പരീക്ഷണത്തിന്റെയും ദിനങ്ങളായിരുന്നു. മക്ക വിജയത്തോടുകൂടി അധികാരം കൈവന്നു, സാഹചര്യങ്ങളെല്ലാം അനുകൂലമായി തീർന്നു, ദീനിലേക്കുള്ള ഒഴുക്കുണ്ടായി തീർന്നു. പക്ഷേ അത്തരമൊരു സന്ദർഭം വരുമ്പോൾ ഭയപ്പെടണം എന്നതാണ് ഈ ആയത്തിലൂടെ പ്രത്യേകിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നത്. കാരണം അനുകൂലമായ സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായി ആളുകൾ കൂടെ നിൽക്കാനുണ്ടാകും. പ്രയാസത്തിന്റെ ദിനങ്ങളായിരുന്നു മക്ക ജീവിത കാലഘട്ടം. ആ സന്ദർഭത്തിൽ ശരിയായ ഉറച്ച ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്ര വലിയ പ്രതിസന്ധികളാണ് നേരിടേണ്ടി വന്നത്. അത് ഈ ഉമ്മത്തിലെ കാലഘട്ടത്തിലും തുടർന്നു വരുന്ന ഒരു രീതിയായിരിക്കും. പരീക്ഷണത്തിന്റെയും പ്രയാസത്തിന്റെയും സമയത്ത് തൗഹീദിനോട് പ്രതിപത്തിയുള്ള ശരിയായ ഉറച്ച ഈമാനുള്ള ആളുകൾ മാത്രമേ സത്യത്തിന്റെ കൂടെ നിന്ന് പോരാടാനുണ്ടാവുള്ളൂ. എന്നാൽ സാഹചര്യമൊക്കെ അനുകൂലമായി തീർന്ന് വലിയ നഷ്ടവും പ്രയാസമൊന്നും ബാധിക്കാനില്ല എന്ന് കാണുമ്പോൾ കൂടെ കൂടാൻ ആളുകൾ ഉണ്ടായിത്തീരും. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ വിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന സമീപനം എന്താണ്? കൂടുതൽ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടേയിരിക്കണം, റബ്ബിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഈ ആയത്തിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശ്രദ്ധിക്കണം, ലൈസ ബഅദൽ കമാലി ഇല്ലൻ നുഖ്സാൻ, പൂർണ്ണത എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നാശമാണ് സംഭവിക്കുക. ഒരു കാര്യം പരിശ്രമിച്ചു, അധ്വാനിച്ചു, വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതിന്റെ പൂർണ്ണ വിജയത്തിന്റെ ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അപജയമാണ് ആരംഭിക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കണം എന്ന് ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുകയുണ്ടായി. മാത്രമല്ല സഹാബത്ത് ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് പറയുന്നു, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് ഫഖാല ബഅദുഹും അമറനാ അൻ നഹ്മദല്ലാഹ വനസ്തഗ്ഫിറഹു ഇദാ നസറനാ വഫുതിഹ അലൈനാ. നമുക്ക് സഹായം കിട്ടി, നമുക്ക് വിജയം കിട്ടി എങ്കിൽ അള്ളാഹുവിനോട് പാപമോചന പ്രാർത്ഥന നടത്തണം, റബ്ബിനെ സ്തുതിക്കണം എന്നാണല്ലോ കൽപ്പിച്ചിരിക്കുന്നത്. വസകത ബഅദുഹും ഫലം യഖുൽ ശൈഅ. അപ്പൊ അത് കേട്ടപ്പോൾ സഹാബികളിൽ ചിലര് ശാന്തരായി, അവർ പരസ്പരം ഒന്നും പറഞ്ഞില്ല. ആ സമയത്ത് ഈ വിഷയത്തിൽ അദ്ദേഹം പറയാണ്, ഫഖാല ലി അകദാലിക തഖൂലി യാ ഇബ്നു അബ്ബാസ്, എന്നോട് ചോദിക്കപ്പെട്ടു, ഇബ്നു അബ്ബാസെ എന്താണ് താങ്കളുടെ അഭിപ്രായം? ഫഖുൽതു ലാ, ഈ പറഞ്ഞതല്ല എന്റെ അഭിപ്രായം. മാ തഖൂൽ, പിന്നെ എന്താണ്? ഫഖുൽതു ഹുവ അജ്ലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅലമുഹു ലഹു. ഏറ്റവും പ്രധാനമായി ഈ കാര്യത്തിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത് റസൂലിന്റെ ജീവിതാന്ത്യം അടുത്തിരിക്കുന്നു, അവിടുത്തെ മരണം സമീപത്തെത്തിയിരിക്കുന്നു എന്ന കാര്യമാണ്. കാരണം ഒരു പൂർണ്ണത അവിടെ സംഭവിച്ചു. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന വചനം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയ ലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്, ഈ ദിവസം ഈ മതത്തെ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിലെ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ചുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്. അപ്പോൾ അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലിന്റെ മരണമെടുത്തിരിക്കുന്നു എന്ന സൂചനയാണ് അവിടെയുള്ളതെങ്കിൽ ഇന്ന് അറഫയുടെ ദിനത്തോടടുക്കുമ്പോൾ മരണത്തിന്റെ ചിന്ത എന്നിലും നിങ്ങളിലും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനമായൊരു പാഠം. മറ്റൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അറഫ പ്രസംഗത്തിലൂടെ വ്യക്തമാക്കിയത് രക്തവും ധനവും അഭിമാനവും സംരക്ഷിക്കപ്പെടണം എന്നതാണ്. കാലം ഏറെ പുരോഗമിച്ചു, ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിച്ചു, പക്ഷേ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതിനേക്കാൾ ശക്തമായി സമൂഹത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. രക്തച്ചൊരിച്ചിലുകൾ വർദ്ധിക്കുന്നു. നിസ്സാരമായ കാര്യത്തിന്റെ പേരിൽ, രാജ്യ താൽപര്യങ്ങളുടെ പേരിൽ, ഈഗോയുടെ പേരിൽ പിഞ്ചു കുഞ്ഞുങ്ങളെപ്പോലും ചുട്ടുകൊല്ലുന്ന കിരാതമായ പ്രവർത്തനം ലോകത്ത് അതിശക്തമായി വീണ്ടും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സാമ്പത്തികമായ അന്യായമായ കീഴ്പ്പെടുത്തലുകൾ, അതിക്രമങ്ങൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച മനുഷ്യന്റെ അഭിമാനത്തെയും രക്തത്തെയും ധനത്തെയുമൊക്കെ സംരക്ഷിക്കാനുള്ള ആ ആഹ്വാനം എന്നും പ്രസക്തമായ കാര്യങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിത്തന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യവർഗത്തെ നാം ആദരിച്ചിരിക്കും. അള്ളാഹുവിന്റെ ആദരവ് ലഭിച്ച വിഭാഗമാണ് മനുഷ്യൻ. ആ ആദരവിന്റെ ഭാഗമായിട്ടാണ് മലക്കുകളെ കൊണ്ട് ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ അള്ളാഹു സുജൂദ് ചെയ്യിച്ചിട്ടുള്ളത്. അള്ളാഹു ആദരിച്ച വിഭാഗം, മലക്കുകൾ ആദരിച്ച വിഭാഗം, അതാണ് മനുഷ്യൻ. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്യണം? പരസ്പരം ആദരിക്കുന്നവനാകണം, പരസ്പര ബഹുമാനം വെച്ചു പുലർത്തുന്നവനാകണം. ആദരവ് എന്ന് പറയുന്നത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പ്രോസസ്സാണ്. അങ്ങോട്ട് കൊടുത്തെങ്കിലേ ഇങ്ങോട്ട് കിട്ടുള്ളൂ. ജീവിക്കുന്ന സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ആദരവ് നൽകിയെങ്കിലേ നമുക്ക് ആ ആദരവ് തിരിച്ചു കിട്ടുള്ളൂ. മാതാപിതാക്കളെ ആദരിക്കുന്ന, ഓഫീസിലെ തന്റെ മേലെയുള്ള ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന, ഭാര്യയെ ആദരിക്കുന്ന, ഭർത്താവിനെ ആദരിക്കുന്ന, സഹോദരങ്ങളെ ആദരിക്കുന്ന, അയൽവാസിയെ ആദരിക്കുന്ന, അങ്ങനെ മുഴുവൻ മനുഷ്യരോടുമുള്ള ആദരവ് വെച്ചു പുലർത്തുക എന്നത് ഇസ്ലാമിന്റെ അതിപ്രസക്തമായ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ്. അള്ളാഹു ആദരിച്ച വിഭാഗമാണ് മനുഷ്യൻ. അള്ളാഹു പറയാണ്, പിന്നെ വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കടലിലും കരയിലും നാം അവനെ വാഹനപ്പുറത്തേറ്റിയിരിക്കുന്നു. വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത്, ഏറ്റവും വിശിഷ്ടമായ വിഭവങ്ങൾ മനുഷ്യൻ ആഹാരമായി നാം നൽകിയിരിക്കുന്നു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം സൃഷ്ടിച്ച മറ്റൊട്ടനവധി സൃഷ്ടിജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യന് ശ്രേഷ്ഠത കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ആദരിച്ച, ബഹുമാനിച്ച, ശ്രേഷ്ഠത കൽപ്പിച്ച വിഭാഗമാണ് മനുഷ്യരെ നിങ്ങൾ. അതുകൊണ്ട് എന്തു വേണം? പരസ്പരം ആദരവ് വെച്ചു പുലർത്തണം. രക്തം ചിന്തുന്ന അവസ്ഥയുണ്ടാകരുത്. അഭിമാനത്തെ മുറിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ഷഹീദു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഉദ്ധരിക്കുകയാണ്, ഫീ ഹജ്ജത്തിൽ വദാ, ഹജ്ജത്തുൽ വദായിൽ വെച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യു യൗമിൻ ഹാദാ, ഈ ദിവസം ഏതാണെന്നറിയാമോ? ഖാലന്നാസ് യൗമുൻ നഹർ, ഇത് പെരുന്നാളിന്റെ ദിവസമാണ്. ഖാല ഫഅയ്യു ഷഹ്രിൻ ഹാദാ, ഇതേതാണ് മാസം എന്നറിയില്ലേ? സുമ്മ ഖാല അയ്യു ബലദിൻ ഹാദാ, ഇതേതാണ് നാടെന്നറിയില്ലേ? ഖാലു ഹാദിഹിൽ ബൽദ, ഏതാണ് ഈ രാജ്യം, ഏതാണ് ഈ ദിനം? അതൊക്കെ അവരോട് ചോദിച്ചിട്ട് ചോദ്യത്തിലൂടെ ശ്രദ്ധ ആകർഷിക്കുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപന രീതികളിലെ പ്രമുഖമായ ഒന്നാണ്. പ്രധാനപ്പെട്ടൊരു വിഷയം പ്രഖ്യാപിക്കുമ്പോൾ നേരിട്ടത് പറയുന്നതിന് പകരം ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരത്തക്ക വിധത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത്. ആ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ട് അവിടുന്ന് പറയാണ്, ആ ദിനമേതാണ്, ആ നാടേതാണ്, ആ സ്ഥലം ഏതാണ് എന്നതൊക്കെ ഉറപ്പുവരുത്തിയ ശേഷം ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും, തീർച്ചയായും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഹറാമുൻ അലൈക്കും, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പവിത്രമാണ്. കഹുർമതി യൗമിക്കും ഹാദാ, ഈ ദിനത്തിന്റെ പവിത്രത പോലെ
ഫീ ഷഹരിക്കും ഹാദാ, ഈ മാസത്തിന്റെ പവിത്രത പോലെ, ഫീ ബലദിക്കും ഹാദാ, ഈ രാജ്യത്തിന്റെ പവിത്രത പോലെ, ഏതുവരെ, ഇലാ യൗമി തൽഖൗനഹു, നിങ്ങൾ റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം വരെ പവിത്രമായി സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് രക്തം ചിന്തരുത് എന്ന് മാത്രമല്ല, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ നേരെ ആയുധം ചൂണ്ടുക പോലും ചെയ്യരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും കഴിഞ്ഞുകൂടേണ്ടുന്നവരാണ് വിശ്വാസികൾ. മറ്റൊരുത്തന്റെ അഭിമാനം മുറിപ്പെടുത്തുന്ന ഒരു വാക്കോ പ്രവൃത്തിയോ തന്നിൽ നിന്ന് വരാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വിഭാഗീയതയ്ക്കും വർഗീയതയ്ക്കും ഭിന്നിപ്പിനും വിത്തും വളവും നൽകുന്ന പ്രവർത്തനങ്ങൾ മുഅ്മിനുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവീയതയെ എത്രമാത്രം ഉയർത്തി കാണിച്ചു എന്നുള്ളത് അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇന്ന് ആളുകൾ പലപ്പോഴും ഉറക്കെ പറയാൻ തയ്യാറാകുന്നുണ്ട് മനുഷ്യത്വത്തെക്കുറിച്ച്. പക്ഷെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഗോത്ര ജീവിതത്തിന്റെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് പലരും ചെറുതാക്കാൻ ശ്രമിക്കുന്ന ആ കാലഘട്ടം നമ്മൾ ഓർത്തു നോക്കൂ. ഈ കഴിഞ്ഞ നൂറ്റാണ്ട് പോലും ദക്ഷിണാഫ്രിക്കയിലെ ലോകം കണ്ട ഒരു മഹാനായ വ്യക്തിത്വം നെൽസൺ മണ്ടേലയുടെ നീണ്ട വർഷങ്ങൾ കാരാഗൃഹത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നത് എന്തിന്റെ പേരിലാണ്? വർണ്ണവെറിയുടെ പേരിൽ. ഐക്യരാഷ്ട്രസഭയുടെ യോഗം ചേരുമ്പോൾ പോലും തൊട്ടടുത്ത കസേരയിൽ ഇരിക്കുന്നത് കറുത്ത വർഗക്കാരനാണെങ്കിൽ സഹിക്കാൻ സാധിക്കാത്ത പുരോഗമനവാദികൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്പോർട്സിന്റെ രംഗത്ത് പോലും ഫുട്ബോൾ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കളിക്കാരന്റെ വർണ്ണം ചർച്ചയായിത്തീരുന്ന ഒരു കാലഘട്ടം. ഇങ്ങ് കേരളത്തിൽ പോലും നമുക്കറിയാം, ഏതാനും ദിനങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പസിലെ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് എന്തിന്റെ പേരില്ല? ജാതി വെറി ഒരു പ്രമുഖനായ അധ്യാപകൻ കാണിച്ചതിന്റെ പേരിൽ. ജാതിയും വർഗവും വർണ്ണവും ഒക്കെ ആധുനിക കാലഘട്ടത്തിലും ഇവിടെ ഒരു വിഷയമായി തീരുന്ന സന്ദർഭത്തിൽ ലോകത്തിന്റെ മാതൃകയായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് കാണിച്ചു തന്നൊരു കാര്യമുണ്ട്. തന്റെ കീഴിൽ മക്കയായി തീർന്ന മക്കം ഫതഹിന്റെ സന്ദർഭം, കഅബാലയത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ബാങ്കൊലി ഉയർത്തണം. ആരെയാണ് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തത്? അടിമയായി ജീവിച്ച സാധുവായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ. അവിടെ അള്ളാഹുവിന്റെ റസൂൽ ഒരു വിപ്ലവം സാധ്യമാക്കുകയായിരുന്നു. ആ സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഖുറൈശികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച പ്രമുഖരായ ആളുകൾ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ജാഹിലിയ്യത്തിലാണെങ്കിൽ നമുക്കിത് അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. നമ്മളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോ ഈ സാധുവായ മനുഷ്യനെയാണ് ഏറ്റവും മഹത്വപൂർണമായ കഅബാലയത്തിൽ നിന്നുകൊണ്ട് ബാങ്കൊലി ഉയർത്താൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തു. ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയിലേക്ക് കയറുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടാൻ വേണ്ടി തന്റെ ചുമല് വെച്ചു കൊടുക്കുകയാണ്. ഉയരമുള്ള കഅബയുടെ മുകളിലേക്ക് കയറാൻ ഖുറൈശികളിൽപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ എന്ന പാവപ്പെട്ട ദരിദ്രന് ചവിട്ടിക്കയറാൻ തന്റെ കാല് വെച്ചു കൊടുക്കുകയാണ്. ലോകത്തിന്റെ മുമ്പിൽ വലിയൊരു പാഠം പഠിപ്പിക്കാൻ, ഖുറൈശിയായ തന്റെ ചുമലിൽ ചവിട്ടാൻ സാധുവായ ബിലാലിനെ അനുവദിക്കുക വഴി ആഢ്യത്വത്തിന്റെ, ജാടയുടെ, തറവാടിത്വത്തിന്റെ, കുലീനതയുടെ മനസ്സിൽ അള്ളിപ്പിടിച്ച സകല വിധത്തിലുമുള്ള തിന്മകളുടെ വേരറുക്കുകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു ചെറിയ മാറ്റമല്ല, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള സന്നദ്ധം. അതാണ് ഇസ്ലാമിലെ ഓരോ ആരാധനാ കർമ്മങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പല മതവിശ്വാസികളിലും ഒരു വിഭാഗത്തിന്റെ ആരാധനാലയത്തിൽ മറ്റൊരു വിഭാഗത്തിന് കയറാൻ പറ്റില്ലെന്ന് മാത്രമല്ല, ദൂരേക്ക് അടുത്തേക്ക് ചെല്ലാൻ പോലും കഴിയില്ല. പക്ഷേ മഞ്ചേരിയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഇവിടെ നിൽക്കുമ്പോ, വലിയ തറവാട്ടിൽ ജനിച്ച ആൾ ഇവിടെ നിൽക്കുമ്പോ, അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ അയാളുടെ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യനാകും. ഏറ്റവും വലിയ സമ്പന്നൻ ഇവിടെ നിൽക്കുമ്പോ അയാളുടെ തൊട്ടടുത്ത് നിൽക്കുന്നത് അയാളുടെ കടയിൽ ദിവസം 400-നോ 500-നോ ജോലി ചെയ്യുന്ന മനുഷ്യനാകും. എന്റെ അടുത്ത് ഇവൻ നിൽക്കാൻ പാടില്ല എന്ന ചിന്ത ഇവിടെ പ്രസക്തമല്ല. അല്ലാഹു അക്ബർ എന്ന സന്ദേശം ഉൾക്കൊള്ളുന്നതോടുകൂടി മനുഷ്യൻ ഒന്നാവുകയാണ്. അവിടെ പണത്തിന്റെ വ്യത്യാസമല്ല, തറവാടിന്റെ വ്യത്യാസമല്ല, വർഗത്തിന്റെ വർണ്ണത്തിന്റെ വ്യത്യാസമല്ല. ഈ സമത്വം ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാമിനോളം പഠിപ്പിക്കാൻ സാധ്യമായി തീർന്ന ഒരാദർശവുമില്ല. ആ മഹത്തായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് ഹജ്ജത്തുൽ വിദായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞു, യാ അയ്യുഹന്നാസ് അലാ ഇന്ന റബ്ബക്കും വാഹിദ്, മനുഷ്യരെ നിങ്ങളുടെ റബ്ബ് ഏകനാണ്. വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ എല്ലാവരുടെയും പിതാവ് ഒരൊറ്റ പിതാവാണ്.
അലാ ലാ ഫദ്ല ലിഅറബിയ്യിൻ അലാ അഅജമി. ഒരറബിക്ക് അനറബിയേക്കാൾ യാതൊരു പ്രാധാന്യവുമില്ല. വലാ ലിഅജമിയ്യിൻ അലാ അറബിയ്യിൻ. ഒരനറബിക്ക് അറബിയേക്കാളും യാതൊരു പ്രാധാന്യവുമില്ല. വലാ അഹ്മറ അലാ അസ്വദ്. ഒരു വെളുത്തവന് കറുത്തവനേക്കാളും യാതൊരു പ്രാധാന്യവുമില്ല. വലാ അസ്വദ് അലാ അഹ്മർ. അതുപോലെ തന്നെ ഒരു കറുത്തവന് വെളുത്തവനേക്കാളും പ്രാധാന്യമില്ല. ഇല്ലാ ബിത്തഖ്വ. മനുഷ്യന്റെ മാന്യതയുടെ മാനദണ്ഡം, ഔന്നത്യത്തിന്റെ മാനദണ്ഡം അതൊന്നു മാത്രമാണ്: ഹൃദയത്തിലുള്ള ദൈവഭയം, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി. അതിന്റെ ഡിഗ്രി എത്ര കൂടുന്നോ അതിനനുസരിച്ച് മനുഷ്യന്റെ പദവി ഉയരുമെന്നതല്ലാതെ മറ്റൊന്നുമല്ല മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ മാനദണ്ഡമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ പഠിപ്പിക്കുകയാണ്. കൂടെ അവിടുന്ന് പറഞ്ഞു, ജാഹിലിയത്ത് ഒരുപാട് തിന്മകൾ നിങ്ങളിൽ ശീലമാക്കി തീർത്തിട്ടുണ്ട്. ആ തിന്മകളെ മുഴുവൻ പിഴുതെറിയാൻ സാധിക്കണം. ആ ജാഹിലിയത്തിൽപ്പെട്ട വലിയൊരു തിന്മയാണ് പരസ്പരമുള്ള പക എന്ന് പറയുന്നത്. ആ പക എത്രത്തോളം ഉണ്ടായിരുന്നു? അവിടുന്ന് പറഞ്ഞു, വഇന്ന കുല്ല ദമിൻ കാന ഫിൽ ജാഹിലിയത്തി മൗളൂ വഇന്ന അവ്വല ദിമാഉകും അദഉദം ഇബ്നു റബിയ ഇബ്നുൽ ഹാരിസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് കാന മുസ്തർഅൻ ഫീ ബനി ലൈസ് ഫഖതലതുഹു ഹദീലുൻ ഫഹുവ അവ്വലു മാ അബ്ദഉ ബിഹി മിൻ ദിമാഇൽ ജാഹിലിയ. ഖുറൈശികൾക്കിടയിൽ നീണ്ട വർഷം യുദ്ധം നടന്നൊരു സംഭവം എന്തായിരുന്നു കാരണം? അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മകൻ ഹാരിസിന്റെ മകൻ റബീ, ആ റബീന്റെ ഒരു ചെറിയ കുട്ടിയെ അന്നത്തെ അവരുടെ രീതി അനുസരിച്ചുകൊണ്ട് മുലയൂട്ടുന്നതിന് വേണ്ടി ഒരു കുടുംബത്തെ ഏൽപ്പിച്ചിരുന്നു. ആ സമയത്താണ് മറ്റൊരു ഗോത്രം, ബനൂ ലൈസ് ഗോത്രം, ഒരമ്പെയ്ത സന്ദർഭത്തിൽ അത് ഈ കുഞ്ഞിന്റെ ദേഹത്ത് പതിക്കുകയും അബ്ദുൽ മുത്തലിബിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ഖുറൈശികളിൽപ്പെട്ട ആ പിഞ്ചു കുഞ്ഞ് കൊല ചെയ്യപ്പെടുകയും ചെയ്തത്. അതിന്റെ പേരിലാണ് നീണ്ട വർഷങ്ങൾ അവർക്കിടയിൽ പോരാട്ടം നടന്നത്, ദുരഭിമാനത്തിന്റെ കൊലകൾ നടന്നത്. അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു, ആ ചരിത്രം ഇവിടെ തിരുത്തി എഴുതണം, ആ പകക്ക് ഇവിടെ അവസാനം ഉണ്ടാകണം. അവിടുന്ന് പ്രഖ്യാപിച്ചു. രണ്ടാമത്തെ ഒരു പ്രഖ്യാപനം സാമ്പത്തിക വിഷയത്തിലായിരുന്നു. പലിശയിൽ അധിഷ്ഠിതമായിരുന്നു അവരുടെ ജീവിത വ്യവസ്ഥ. പലിശയില്ലാത്തൊരു സാമ്പത്തിക ക്രമം അവർക്ക് അചിന്തനീയമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു, വഇന്ന കുല്ല റിബൻ മൗളൂഉൻ വലക്കും റൂസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുലമൂൻ ഖലല്ലാഹു അന്ന ലാ റിബൻ വഇന്ന റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് മൗളൂഉൻ കുല്ലുഹു. അജ്ഞാന കാലത്തെ, ജാഹിലിയ കാലത്തെ എല്ലാ പലിശ ഇടപാടുകളും ഞാനിതാ ഇവിടെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. ആ ഇനത്തിൽ ഞാൻ ഒന്നാമതായി ദുർബലപ്പെടുത്തുന്നത് എന്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശ മുതലാണ്. എന്റെ പിതൃ സഹോദരൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശ മുതൽ ഒന്നാമതായി ഇവിടെ നിരോധിച്ചുകൊണ്ട് വിലക്കേർപ്പെടുത്തി. ഈ സമൂഹത്തിൽ ഇനി അങ്ങോട്ട് പലിശ എന്ന സമ്പ്രദായം നിർത്തലാക്കിയിരിക്കുന്നു. പലിശയുടെ പേരിൽ ഒരിടപാട് അങ്ങോട്ടും ഇങ്ങോട്ടും മുൻകാലത്തുള്ളത് കിട്ടാനും കൊടുക്കാനുള്ളത് ആരും ചോദിച്ചു വാങ്ങാൻ പാടില്ല. സൂറത്തു ബഖറയിലെ 276-ാമത്തെ ആയത്ത്, യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പലിശ കൊണ്ട് സമ്പത്ത് വളരില്ല. പണം കൊണ്ട് പണമുണ്ടാക്കുക എന്നതാണ് പലിശ. പണം കൊണ്ട് പണമുണ്ടാക്കുക എന്ന വ്യവസ്ഥ ഒരിക്കലും വളരുന്നതല്ല. ഇസ്ലാമിക് ബാങ്കിംഗ് എന്ന് പറയുന്നത് പണം കൊണ്ട് പ്രൊഡക്ഷൻ നടത്തുക എന്നതാണ്. അവിടെ വളർച്ച ഉണ്ടാകുള്ളൂ. അതിന്റെ ലാഭമാണ് സമൂഹത്തിൽ ഉപയോഗപ്പെടുത്തപ്പെടേണ്ടത്. പണം കൊണ്ട് പണമുണ്ടാക്കുക എന്ന പലിശ എന്ന വ്യവസ്ഥ അത് നാശമാണ്. വയുർബിസ് സദഖാത്ത്. സദഖയെ അല്ലാഹു വർദ്ധിപ്പിക്കും, വളർത്തുമെന്നതാണ്. അതുകൊണ്ട് പലിശ പാടില്ലെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. മാത്രമല്ല, 7 മഹാപാപങ്ങൾ വർജിക്കാൻ അവിടുന്ന് കൽപ്പിച്ചു. എണ്ണി പറഞ്ഞു പഠിപ്പിച്ചു തന്നു. ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ 4 അയലത്ത് പോലും ഈ വൻപാപങ്ങളിൽപ്പെട്ട ഒരു കാര്യവും നിങ്ങളിൽ എത്തിച്ചേരാൻ പാടില്ല. ഇവിടെ അവിടുന്ന് പറഞ്ഞു, സത്യവിശ്വാസികൾ എന്നുള്ള നിലക്ക് ശ്രദ്ധിക്കണം, പരസ്പര സ്നേഹം ഉണ്ടാകണം. അയ്യുഹന്നാസ് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വാ. സത്യവിശ്വാസികൾ സഹോദരങ്ങളാണ്. ഫലാ യഹല്ലു ലിംറിഇൻ മാലു അഖീഹി ഇല്ലാ മാ അഅതാഹു അൻ തീബി നഫ്സിൻ മിൻഹു ഫലാ തദ്ലിമു അൻഫുസകും. പരസ്പരം തൃപ്തിപ്പെട്ടു കൊടുത്തതല്ലാതെ ഒരു സഹോദരന്റെ സമ്പത്ത് നിങ്ങൾക്ക് അനുവദനീയമായി തീരില്ല. സഹോദരങ്ങളായിട്ട് പരസ്പരം ജീവിക്കേണ്ടുന്നവരാണ്. അവന്റെ പട്ടിണി നിന്റെ പട്ടിണിയാകണം, അവന്റെ രോഗം നിന്റെ രോഗം പോലെ നിനക്ക് അനുഭവപ്പെടണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാകണം.
സത്യവിശ്വാസികൾ ഒരു ശരീരത്തിലെ അവയവങ്ങൾ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ ഒരു മാതൃക അവിടെ ജീവിച്ച് കാണിച്ചു തന്ന് ഒരു സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് മുഹാജിറുകളും അൻസാറുകളും ഒന്നിച്ചുള്ള ജീവിതം, മുഹാജിറുകളും അൻസാറുകളും തമ്മിലുള്ള ഒന്നിച്ചുള്ള ജീവിതം ലോകത്ത് ഹൃദയബന്ധത്തിന്റെ മഹത്തരമായ മാതൃകയാണ്. നേരത്തെ പരിചയമുള്ള ആളുകളല്ല, പക്ഷെ ആദർശ സംരക്ഷണത്തിന് വേണ്ടി മക്കയിൽ നിന്ന് ത്യാഗം സഹിച്ച് തങ്ങളുടെ നാട്ടിലെത്തിച്ചേർന്ന മുഹാജിറുകൾക്ക് വേണ്ടി ജീവിതത്തിലെ എല്ലാം പകുത്തു നൽകാൻ തയ്യാറായി തീർന്ന അൻസാറുകൾ, അവരെ മുൻനിർത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാഹോദര്യം പ്രഖ്യാപിക്കുകയാണ്. ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു, സ്വത്തവകാശം പോലും പരസ്പരം ഉണ്ടാകുന്ന അവസ്ഥയിലായിരുന്നു അവർ ബദർ യുദ്ധം നടക്കുന്നവരെ. പിന്നീട് ഖുർആനിലെ ആയത്ത്, അനന്തരാവകാശത്തിന്റെ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോഴാണ് അതിന് മാറ്റം വന്നത്. അതുവരേക്കും പരസ്പരം അനന്തര സ്വത്ത് പോലും കൈമാറ്റം ചെയ്യത്തക്ക വിധത്തിലുള്ള ഒരു ഹൃദയബന്ധമാണ് മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ കാത്തു സൂക്ഷിച്ചിരുന്നത്. അത് ഇന്നും പകർത്താൻ നമുക്ക് സാധിക്കണം. ഒരു മനസ്സായി ഒന്നിച്ചു മുന്നോട്ട് നീങ്ങാൻ, മറ്റുള്ളവരുടെ വേദനയും പ്രയാസവും തിരിച്ചറിയാൻ, അതിന് പരിഹാരം കാണാൻ, പരസ്പരം നന്മയ്ക്കു വേണ്ടി പുണ്യത്തിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കാൻ, മറ്റൊരാൾ വേദനിക്കുന്നു എന്ന് കണ്ടാൽ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ കൂട്ടായി ഇറങ്ങിത്തിരിക്കാൻ, അതിനൊക്കെ ശ്രമിക്കുമ്പോഴേ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഹൃദയ കൊട്ടാരത്തിൽ പ്രതിഷ്ഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി നമ്മൾ മാറുന്നു. മണിക്കൂറുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല അറഫ പ്രസംഗത്തിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള പ്രസക്തമായ സന്ദേശം. അത് ഓരോന്നും നമ്മൾ പഠിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. റഹ്മാനായ നാഥൻ സത്യത്തെ ഉൾക്കൊള്ളാൻ, അത് ജീവിതത്തിൽ പകർത്താൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അറഫ പ്രസംഗത്തിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സമൂഹത്തിലെ കാലഘട്ടത്തിലും അവഗണിക്കപ്പെടുന്നവരാണ് സ്ത്രീ സമൂഹം എന്ന് നമുക്കറിയാം. വിവിധ സമൂഹങ്ങളിൽ സ്വത്തവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, ആത്മാവിൽ നിന്ന് പോലും വാദിക്കപ്പെട്ട, ആദിപാപത്തിന്റെ കാരണം സ്ത്രീയാണ് എന്ന് പറഞ്ഞ, അവളുടെ ഹൃദയം കഴുതയുടെ ഹൃദയമാണ് എന്നൊക്കെ പറഞ്ഞ അധ്യാപനങ്ങൾ പല സമൂഹങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ മഹത്തരമായ സ്ഥാനം സ്ത്രീക്ക് നൽകിയ മതമായ ഇസ്ലാം, പരലോകത്തൊരവസ്ഥ, ഒരു സന്ദർഭം വരാനുണ്ട്. കുഴിച്ചുമൂടപ്പെട്ട പെൺകുഞ്ഞ് എന്തിന്റെ പേരിൽ കുഴിച്ചുമൂടപ്പെട്ടു എന്ന് ചോദിക്കപ്പെടുന്ന ഒരു ദിനം വരാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജീവനോടുകൂടി പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടിയ ഒരു സമൂഹത്തിൽ സ്ത്രീയോടുള്ള സമീപനത്തെ മാറ്റിയ മതമാണ് ഇസ്ലാം. അവൾക്ക് സ്വത്തവകാശം നൽകണം. മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചുപോയ സമ്പത്തിൽ പുരുഷൻ അവകാശമുള്ള പോലെ സ്ത്രീക്കും അവകാശമുണ്ടെന്ന് കൽപ്പിച്ച് 1400 കൊല്ലം മുമ്പ് സ്വത്തവകാശം നൽകിയ മതമാണ് ഇസ്ലാം. കുടുംബജീവിത രംഗത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. അഖൽതുമുഹുന്ന ബി അമാനത്തില്ലാഹി തആല വസ്തഹലൽതും ഫുറൂജഹുന്ന ബി കലിമത്തില്ലാഹ്. തീർച്ചയായും അള്ളാഹു ഏൽപ്പിച്ച ഒരു അമാനത്താണ് നിങ്ങളുടെ ഇണ. മാത്രമല്ല അവരുടെ ഗുഹ്യഭാഗം അള്ളാഹു നിങ്ങൾക്ക് ഹലാലാക്കി തന്നത് റബ്ബിന്റെ കലിമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഭാര്യയോടുള്ള സമീപനം ശ്രദ്ധിക്കണം, അത് നന്നാക്കണം, മാന്യമായിട്ടാകണം പെരുമാറേണ്ടത്. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, നീ ധരിക്കുന്നത് അവളെ ധരിപ്പിക്കണം, നീ ഭക്ഷിക്കുന്നത് അവളെ ഭക്ഷിപ്പിക്കണം, മുഖത്തടിക്കുകയോ വൈരൂപ്യം വരുത്തുന്ന ശിക്ഷാമുറകൾ അവളുടെ നേരെ നീ സ്വീകരിക്കാനോ പാടില്ല. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖാ വഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളിൽ വിശ്വാസത്തിന്റെ പൂർത്തീകരണം നേടിയവൻ നല്ല സ്വഭാവമുള്ളവനാണ്. നിങ്ങളിൽ ഏറ്റവും മാന്യൻ തന്റെ ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ് എന്നവിടുന്ന് പഠിപ്പിച്ചു. സ്ത്രീകളെ ആദരിക്കാനുള്ള കൽപ്പന, സ്ത്രീക്ക് സ്വത്തവകാശം നൽകാനും, മകളെന്ന നിലക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ, ഭാര്യ എന്ന നിലക്ക് അവകാശങ്ങൾ നൽകാൻ, ഉമ്മ എന്ന നിലക്ക് ആദരവ് നൽകാൻ നിരവധി വചനങ്ങളിലൂടെ അവിടുന്ന് കൽപ്പിച്ചു. മഹത്തായ സ്ഥാനം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്,
തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇന്നമാ ഹുന്ന ശഖായിഖുർ റിജാൽ, തീർച്ചയായും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ ബാധ്യത, അവരുടെ കടപ്പാട് അത് സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹു വസ്തൗസു ബിന്നിസാഇ ഖൈറാ. ആരല്ലാഹുലും പരലോകത്തിലും വിശ്വസിക്കുന്നുവോ അവർ ഒരിക്കലും അയൽവാസിക്ക് പ്രയാസമുണ്ടാക്കരുത്. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് നിങ്ങൾ നന്മയെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, വസീയത്തുകൾ നൽകിക്കൊണ്ടേയിരിക്കണം. അവിടുന്ന് പെരുന്നാൾ നമസ്കാരത്തിലെ പ്രസംഗം കഴിഞ്ഞാൽ പോലും മിമ്പറിന് താഴോട്ടിറങ്ങി സ്ത്രീകളുടെ ഭാഗത്തേക്ക് ചെന്ന് സ്ത്രീകൾക്ക് പ്രത്യേകമായ ഉപദേശങ്ങൾ നൽകിയിരുന്നു എന്ന് സഹാബത്ത് ഉദ്ധരിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകളോടുള്ള, ഭാര്യയോടുള്ള, ഉമ്മയോടുള്ള, പെൺമക്കളോടുള്ള സമീപനങ്ങൾ നന്നാക്കുക എന്നത് അറഫ പ്രസംഗത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് നമ്മോട് നിർദ്ദേശിച്ച കാര്യമാണ്. അതോടൊപ്പം അവിടുന്ന് കൽപ്പിച്ച കാര്യം ഈ മഹത്തായ ആദർശത്തിന്റെ പ്രബോധനങ്ങൾ അതോരോരുത്തരുടെയും ബാധ്യതയാണ്. തന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് അവിടുന്ന് ചോദിച്ചു, അലാ ഹൽ ബല്ലഗ്ത്, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? റബ്ബിന്റെ ദീന് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? 1,00,000-ലേറെ വരുന്ന അനുയായികൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. മറുപടി പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ, അങ്ങൊന്ന് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു. ദഅവത്തിന്റെ പ്രാധാന്യമാണ് അത്. വ്യക്തിപരമായൊരു ബാധ്യതയും സംഘടിതമായ ആ കാര്യത്തിൽ ഒരു നീക്കവും വിശ്വാസികളുടെ ഉത്തരവാദിത്തമായിട്ടാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതോടൊപ്പം തന്നെ അറഫ ദിനത്തിലെ നോമ്പ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച പോലെ സിയാമു യൗമി അറഫ ഇനി അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതൽ അല്ലതി ഖബ്ലഹു വസനതൽ ലതി ബഅദഹു, കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷത്തെ പാപങ്ങളെ മായ്ച്ചു കളയുന്ന അത്രയും മഹത്തരമാണ് അറഫ ദിനത്തിലെ നോമ്പ്. അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അത് നടപ്പാക്കാൻ നാം ശ്രദ്ധിക്കുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥഗർഭമായ പ്രഭാഷണത്തിലൂടെ ആ ദിനത്തിൽ നമുക്ക് കൽപ്പിച്ചിട്ടുള്ള, ബോധ്യപ്പെടുത്തി തന്നിട്ടുള്ള ഓരോന്നും ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ പരിശ്രമിക്കുക. മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ നമ്മുടെ ദൗത്യം നിറവേറ്റി ഇസ്ലാം എന്ത് എന്ന് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാനുള്ള അവസരങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ നാഥൻ, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, അതിനെ ജീവിതത്തിൽ നടപ്പാക്കുന്ന റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-2 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ പരിശുദ്ധമായ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയ പോലെ ഉളുഹിയ്യത്ത് പരമപ്രധാനമാണ്. 10,000 രൂപയാണ് ഒരു ഷെയർ. ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിവസം രാവിലെ 8 മണിക്ക് അതിന്റെ അറവ് നിർവഹിക്കപ്പെടുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അതിനുവേണ്ടി പ്രത്യേകമായൊരു വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ദിനത്തോടുകൂടി ഷെയർ സ്വീകരിക്കൽ അവസാനിപ്പിക്കുകയാണ്. നൽകാനുള്ള ആളുകൾ ഈ ദിവസത്തോടുകൂടി അക്കാര്യങ്ങൾ പൂർത്തിയാക്കുക. മാത്രമല്ല അറവിന്റെ ദിവസം അതിലെല്ലാവരും സാക്ഷികളാകണമെന്നതും പ്രത്യേകം ആവശ്യപ്പെടുന്നു. ഇൻഷാ അല്ലാഹ് മെയ് 28-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 7:15 പള്ളിക്ക് സമീപത്തുള്ള ഫുട്ബോൾ ടർഫിലായിരിക്കും നമ്മുടെ പെരുന്നാൾ നമസ്കാരം. മഴ കാരണം അസൗകര്യം നേരിടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് പള്ളിയിൽ വെച്ചുകൊണ്ടുമായിരിക്കും നമസ്കാരം എന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞ പോലെ പരസ്പരം പ്രാർത്ഥന വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ഒരു സഹോദരി ന്യൂമോണിയ ബാധിച്ചുകൊണ്ട് ഗുരുതരാവസ്ഥയിൽ മിംസ് ഹോസ്പിറ്റലിൽ ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഒരവസ്ഥയാണ്. കാരുണ്യവാനായ റബ്ബേ, ആ സഹോദരിയുടെ രോഗം എത്രയും വേഗം നീ അവർക്ക് ശിഫയാക്കി കൊടുക്കണമേ. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഞങ്ങളുടെ കൂടെ ചേരാൻ നീ അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ നാഥ. എല്ലാവിധത്തിലുള്ള ആളുകൾക്കും രോഗം കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ സഹോദരങ്ങൾക്കും അവരുടെ പ്രയാസങ്ങൾ നീ നീക്കിക്കൊടുക്കുകയും സന്തോഷവും സമാധാനമുള്ളൊരു ജീവിതം നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم اجعل القرآن نور قلوبنا يا أرحم الراحمين. اللهم اجعلنا من شهداء القرآن. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലൻ നബി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.